അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്ത മാസം ജൂലൈ 24 മുതൽ 31 വരെ നിങ്ങൾക്ക് മദ്രസയിലെ ആദ്യത്തെ പരീക്ഷ നടക്കാൻ പോവുകയാണ്, അഥവാ കാക്കൊല്ല പരീക്ഷ. അപ്പം 4ാം ക്ലാസ്സിൽ ഓരോ പുസ്തകത്തിലും പരീക്ഷയ്ക്ക് എത്ര പാടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ എടുത്ത് മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാം. അതുകൊണ്ട് ആദ്യം നമ്മൾ 4ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആൻ എടുക്കാം. ലിസാനുൽ ഖുർആനിൽ ആദ്യത്തെ 3 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒന്ന് അജായിബു ഖൽഖില്ലാഹി തആല, ഇതാണ് 1ാം പാഠം. പിന്നെ 2ാമത്തെ പാഠം ഹാമിദുൻ യുഹിബ്ബു സിറാഅത്ത. 3ാമത്തെ പാഠം മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 പാഠങ്ങളാണ് ലിസാനിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത വിഷയം നോക്കാം, ഫിഖ്ഹ്. ഫിഖ്ഹിൽ 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 6 പാഠങ്ങൾ. ഇപ്പോൾ ഫിഖ്ഹിൽ പാഠം കൂടുതലാണ്. 1ാമത്തെ പാഠം നിസ്കാരം, 2 അൽ മിയാഹു, 3 അൻ നജാസാത്തു വ തത്ഹീറുഹ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ റിവിഷൻ നമ്മൾ ചെയ്യും. നമ്മൾ ഫിഖ്ഹ് റിവിഷൻ ഒരു പാഠം ചെയ്തിട്ടുള്ളൂ, ബാക്കി ചെയ്യും. പിന്നെ അൽ ഇസ്തിൻജാ 4ാമത്തെ പാഠം. പിന്നെ 5ാമത്തെ പാഠം ഏതാണ്? ഫുറൂലുൽ വുളൂഇ, വുളൂഇൻ്റെ ഫർളുകൾ അല്ലേ, 5ാമത്തെ പാഠം. 6ാമത്തെ പാഠം അൽ ഗുസ്ലു, കുളി. അപ്പോൾ ഈ പാഠം വരെ 6 പാഠം വരെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. 6 പാഠം മുഴുവനും പിന്നെ ഈ വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത് നോക്കാം അഖീദ. അഖീദയിൽ എത്ര പാഠം പരീക്ഷയ്ക്കുണ്ട് നോക്കാം. അഖീദയിൽ 4 പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 4 പാഠം. 1ാമത്തെ പാഠം അല്ലാഹു മൗജൂദുൻ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന പാഠം. പിന്നെ 2ാമത്തെ പാഠം അല്ലാഹു അഹദ്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുന്നത്. പിന്നെ അല്ലാഹു ഖാദിറുൻ 3ാമത്തെ പാഠം. 4ാമത്തെ പാഠം അല്ലാഹു മുനസ്സഹുൻ. ഈ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇതൊക്കെ അടുത്ത മാസം മുഹറം മാസത്തിൽ എടുക്കേണ്ട പാഠമാണ്. ഒന്നും ഇപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല, ആരും ബേജാറാവേണ്ട, അതൊക്കെ എടുക്കും. അപ്പോൾ അല്ലാഹു മുനസ്സഹു എന്നുള്ള 4ാമത്തെ പാഠം വരെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇനി നമുക്ക് നോക്കാനുള്ളത് ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനും അതുപോലെ തന്നെ 4 പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ദുറൂസുൽ ഇഹ്സാൻ പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ അഖ്ലാഖ് കേട്ടോ. ദുറൂസുൽ ഇഹ്സാനിൽ ഫസ്റ്റ് പാഠം അന്നല്ലാഫത്തു, വൃത്തി. പിന്നെ എൻ്റെ വീട്. പിന്നെ അടുത്തത് പ്രകൃതി സംരക്ഷണം, പുണ്യ നബിയുടെ അധ്യാപനം. 4ാമത്തെ പാഠം കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ. ഈ 4 പാഠങ്ങളാണ് ദുറൂസുൽ ഇഹ്സാനിന് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഞാൻ അടുത്ത താരീഖ്. താരീഖിൽ 5 പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാവും. താരീഖ് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. പാഠം 1 ദഅവത്തിൻ്റെ ആരംഭം. 2ാമത്തെ പാഠം പരസ്യ പ്രബോധനം. 3ാമത്തെ പാഠം ആദ്യത്തെ പാലായനം. 4ാമത്തെ പാഠം നജാഷി രാജാവ് അല്ലേ. അടുത്തത് 5ാമത്തെ പാഠം ഉപരോധം. ഈ 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക താരീഖിൽ നിന്ന്. ഇനി നമുക്ക് തദ്രീബു തിലാവ അല്ലേ, നമ്മളെ തജ്വീദിൽ നിന്ന് 4 പാഠമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 4 പാഠം. ഇതാണ് വഹദത്തുൽ ലൂല 1ാം പാഠം. യൂണിറ്റ് 1, യൂണിറ്റ് 2, പിന്നെ യൂണിറ്റ് 3, യൂണിറ്റ് 4 വഹദത്തുർ റാബിയ, ഹുറൂഫുൽ ഇസ്തിലാഹ്. ഇതുവരെ തദ്രീബ തിലാവിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ഖുർആൻ ഏതൊക്കെ പാഠം ഉണ്ടാവുക ഇതിലൂടെ മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ഈ തദ്രീബു തിലാവ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓരോ പാഠത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതാ
മിൻ അവ്വലി സൂറത്തിൽ ഫുർഖാനി ഇല ആയത്തി 40 മിനൽ ഷുഅറാ. സൂറത്തുൽ ഫുർഖാന് മുതൽ ഷുഅറാ സൂറത്തിൻ്റെ 40 ആയത്ത്. ഇതാണ് ആദ്യത്തെ മാസം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഓതി പഠിക്കണം. പരീക്ഷയ്ക്ക് അവിടുന്ന് എവിടുന്നെങ്കിലും വരാം. അടുത്ത 2 മിൻ ആയത്തി 41 മിന ഷുഅറാ ഇല ആയത്തി 55 മിന നംലി. ഷുഅറാ സൂറത്തിൻ്റെ 41-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു നംലിൻ്റെ 55-ാമത്തെ ആയത്ത് വരെ. അപ്പോൾ ഏതൊക്കെ സൂറത്തായി? ഈ സൂറത്ത് നോക്കുക. സൂറത്ത് ഫുർഖാന്, സൂറത്തു ഷുഅറാ, 2 സൂറത്ത് പഠിക്കണം. പിന്നെ അടുത്തത് സൂറത്തു ഷുഅറാ, സൂറത്തു നംല്. അപ്പോൾ എത്രയായി? 3 സൂറത്തായി. സൂറത്തു നംല്. അടുത്തത് സൂറത്തുൽ ഖസസ്. അപ്പോൾ എത്രയായി? 4 സൂറത്ത്. അടുത്ത സൂറത്തുൽ അങ്കബൂത്ത്, 5 സൂറത്ത്. അപ്പോൾ 5 സൂറത്തുകളാണ് നിങ്ങൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഹിഫ്ള് നോക്കാം. ഹിഫ്ളിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക 3-ാം ക്ലാസ്സിൽ പഠിച്ച സൂറത്തുകൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. 3-ാം ക്ലാസ്സിൽ ഹിഫ്ളായിട്ട് പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണോ അത് പരീക്ഷയ്ക്ക് വരാം. അതിനു പുറമെ പിന്നെ ഈ വർഷം 4-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ഹിഫ്ളിന് പഠിക്കേണ്ടത് ഒന്നാമത്തത് ലംയക്കുനിയാണ്. ലംയക്കുനി സൂറത്ത്, അത് പരീക്ഷയ്ക്ക് വരാം. പിന്നെ രണ്ടാമത്തത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ സൂറത്ത് പരീക്ഷയ്ക്ക് വരാം. പിന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഈ 3 സൂറത്തുകളും അതിന് പുറമെ നമ്മൾ 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു പോയ ഹിഫ്ളിൻ്റെ സൂറത്തുകളും പരീക്ഷയ്ക്ക് വരും. ഇങ്ങനെയാണ് പിന്നെ 4-ാം ക്ലാസ്സിൻ്റെ